റെജി ലൂക്കോസ്, ആഷിം അരിയിൽ ആവർത്തിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പിണറായി അറ്റാക്ക് ചെയ്യുന്നത്? ഇപ്പം വീണ തൈക്കണ്ടിയിൽ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, പിണറായി പ്രതിസ്ഥാനത്തില്ല. പക്ഷേ നിങ്ങൾ എന്തിന് പിണറായിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു? ഷാജഹാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആഷിം അരിയിലിന് ഒന്നും പിടികിട്ടിയില്ല. ശ്രീ റെജി ലൂക്കോസ്, എന്തുകൊണ്ട് പിണറായിയിലേക്ക് ഈ അന്വേഷണം നീളും എന്ന് പറയുന്നു? മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് അനിൽജി ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. പ്ലീസ്. നിരവധി ചർച്ചകളിൽ ഒന്നിച്ച് പങ്കെടുത്ത ആളാണ് ബഹുമാനപ്പെട്ട സേനാപതി വേണു MLA. അദ്ദേഹത്തിന്റെ വിജയത്തിൽ അദ്ദേഹത്തിന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല നിയമസഭാ സാമാജികനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുക, അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള മറുപടി വളരെ സിമ്പിളാണ്. കാരണം പിണറായി വിജയനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചത് പ്രതിപക്ഷത്ത് നിൽക്കുന്നവരല്ല, ഭരണപക്ഷത്ത് നിൽക്കുന്നവരല്ല, ഞങ്ങളെപ്പോലുള്ള BJP-ക്കാർ മാത്രമല്ല. അതിൽ ഒന്നാം സ്ഥാനം CPI-കാർ തന്നെയാണ്. കാരണം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ആ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികളെല്ലാം കൂടിയത്. ഇതിലൂടെ കേരളത്തിലെ മുഴുവൻ 14 ജില്ലയിലെ ഈ പറയുന്ന ഘടകങ്ങൾ മുഴുവൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു, ധാർഷ്ട്യത്തിന്റെ ആവിർഭാവത്തിന്റെ. അതിൽ നിരവധി കമ്മിറ്റികൾ ഈ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തിയതും ഒക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരുന്നു. അത് ഇതുവരെ ഈ പാർട്ടി നിഷേധിച്ചിട്ടില്ല. അപ്പൊ പിണറായി വിജയനെ കുറ്റവാളിയാക്കിയതിന് ഒന്നാം സ്ഥാനം ആ പാർട്ടിയുടെ ആർജവമുള്ള പ്രവർത്തകർ തന്നെയാണ്. എന്നാൽ ഭരണത്തിൽ ഇരുന്നപ്പോൾ അത് പറയാനുള്ള നട്ടലോട്ട് അവർക്ക് ഇല്ലാതായിരുന്നത്. ഇതാണ് അതിനുള്ള മറുപടി. ഇതിലപ്പുറം മറുപടിയുള്ള കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിനോട് വേറൊരു കാര്യത്തോട് പറയാം. ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്താണ്? ഈ പറയുന്ന സിംഗിൾ ബെഞ്ചിന്റെ അന്വേഷണങ്ങളെല്ലാം തുടരാമെന്ന് കണ്ടിന്യൂ ചെയ്യാന്നുള്ള വിധിയെ അയാളെ പിറ്റേ ദിവസം റെയ്ഡെല്ലാം നടത്തി. അതിനുശേഷം അവരൊരു ഹർജി കൊടുത്തു, ഇത് സ്റ്റേ ചെയ്യണം, ഇനി നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന്. ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഈ ഹർജി കൊടുത്താരെന്നറിയോ? അത് KMR-ലാണ്. ഇപ്പോഴും ഈ വീണ വിജയനെ CMR-ൽ അത് തന്നെ തെറ്റിപ്പോയി. അതായത് ഇപ്പോഴും അവരാണ് ഈ വീണ വിജയനെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് പോലും. കാരണം എന്തുകൊണ്ടാ? ലക്ഷക്കണക്കിന് രൂപ ഒരു മണിക്കൂർ വായിക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഒരു വക്കീലിനെ ഇറക്കിയാണ് ഇന്നലെ വാദം നടത്തിയത്. ഈ പറഞ്ഞ വീണ തൈക്കണ്ടിക്ക് ഒരു 10 പൈസ മുടക്കില്ല അവർ ഈ ഹർജി കൊടുത്തിട്ടില്ല. കാരണം ഇവർ രണ്ടുപേരും കുറ്റവാളികളാ. ഏത് ശിക്ഷ വന്നാലും രണ്ടുപേർക്കും വരും. അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന CMR-ൽ ആ വീണ തൈക്കണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം. ഹൈക്കോടതിയുടെ വിധി എന്താണ്? ഇവർക്കെതിരെയുള്ള എല്ലാ നിയമ നടപടികളും എല്ലാ അന്വേഷണങ്ങളും തുടരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ CMR-ന്റെ ഈ പറയുന്ന അഡ്വക്കേറ്റ് ഒരു റിക്വസ്റ്റ് വെച്ചു, 2 ആഴ്ച സാവകാശത്തിനാണ് സുപ്രീം കോടതി പോകാൻ. പറ്റത്തില്ല എന്ന് പറഞ്ഞു. തന്നെ ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. കാരണം മധ്യവേനൽ അവധിക്ക് അടച്ചിട്ടിരിക്കുകയാണ്, അവധിയാണ് സുപ്രീം കോടതിക്ക്. അപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കണമെങ്കിൽ ഇതിനകത്ത് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ബോധ്യമായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അത് സ്റ്റേ കൊടുക്കത്തില്ലേ അവരുടെ ഹർജിക്ക് അനുകൂലമായിട്ട്? അത് മാത്രം പോരെ താങ്കൾക്കുള്ള മറുപടി എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇതൊരു മണി ലോണ്ടറിങ് കുറ്റകൃത്യമാണ്. എന്താ കാരണം? അവർ ഒരു സേവനവും ചെയ്യാതെ, ഈ സേവനം ചെയ്യാതെ എന്ന് പറയുന്നത് ഞങ്ങളല്ല, അതായത് ഇൻകം ടാക്സ് ഇവര് ടാക്സ് അടച്ചപ്പോൾ നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്ന മറുപടി, ഇപ്പൊ ഞാൻ കുറെ 3-4 ഷോപ്സ് നടത്തിക്കൊണ്ടിരുന്ന ആളെ ഇപ്പം അതിൽ വൈൻഡപ്പ് ചെയ്തു. ഞങ്ങൾ ഈ റിട്ടേൺ കൊടുക്കുമ്പോൾ ഈ പർച്ചേസ് ബില്ലും എന്തൊക്കെ സാധനങ്ങളാണ് പിന്നെ ടാക്സ് വന്നതിലെല്ലാം കൂട്ടിയാണ് ഞങ്ങൾ എല്ലാ മാസവും റിട്ടേൺ കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് താങ്കൾ അജ്ഞനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടാ? ഉടനെ ഇൻകം ടാക്സ് അവരോട് എക്സ്പ്ലനേഷൻ വെച്ച് അവർ പറഞ്ഞത് ഒരു സേവനം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ പറഞ്ഞ എക്സാലോജിക്കലി അവരുടെ 2 ഉദ്യോഗസ്ഥർ പറഞ്ഞ സേവനം ചെയ്തിട്ടില്ല. ഇനി എന്തിനധികം സാക്ഷാൽ CMR-ന്റെ മുൻനിര ഉദ്യോഗസ്ഥന്മാരായ 2 പേരും പറഞ്ഞു ഒരു സേവനവും ചെയ്തിട്ടില്ല. തന്നെയുമല്ല, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ആള് ഒരു സിംഗിൾ ഡയറക്ടർ മാത്രമായ ഒരു സ്ഥാപനമാണ് ഈ എക്സാലോജിക്ക്. ഈ സ്ഥാപനം സേവനം ചെയ്യാതെ ഇവിടെ പണം വാങ്ങിച്ച് അതിന് ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്ന കുബുദ്ധി കാണിച്ചെന്തുകൊണ്ടാ? കള്ളപ്പണം വാങ്ങി അത് വെളുപ്പിക്കുകയായിരുന്നു. അതാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അത് ഭീകരമായ ഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റമാണ്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. രാജ്യദ്രോഹ കുറ്റം, ആന്റി നാഷണൽ ആക്ടിവിറ്റിയാണ് നടത്തിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ അങ്ങനെയോട് പറയാം. ഇന്നിപ്പം കുറച്ച് അപൂർവം ചില CPM-ന്റെ മുതിർന്ന നേതാക്കന്മാര്
പിണറായി വിജയനെ കൈ ഒഴിഞ്ഞിരിക്കുന്നു. താങ്കൾ അറിഞ്ഞായിരുന്നോ? AK ബാലൻ എന്ന് പറഞ്ഞ പിണറായി വിജയന് വാളും പരിചയമായിട്ട് അദ്ദേഹത്തിനെ വർഷങ്ങളായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന AK ബാലൻ നിയമം നടപടികൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. അപ്പൊ ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയണം. എന്തിനായിരുന്നു ഒരു രാജ്യത്തിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും അതുകൂടാതെ വാഹനങ്ങൾ തകർക്കുകയും അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് മണിക്കൂറോളം നീണ്ടു അവരെ ചെരുപ്പറിയുന്നു, മുട്ടയെറിയുന്നു, ചീമുട്ടയെറിയുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതല്ല ഈ വയലൻസ്. അവരെ ഇതുപോലെ ആക്രമിച്ചു, സംഘർഷാവസ്ഥ ഉണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരിന് വെളിയിപ്പോ നടത്തി 1-2 രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള കുതന്ത്രങ്ങൾ, അതായത് ഭാഗ്യത്തിൽ നടന്നില്ല. നടത്തിയത് എന്തിനാ? അവിടെ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? CPM അന്നത്തെ നേതാക്കന്മാർ പറഞ്ഞതെന്താ? ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനെയും ഞങ്ങളുടെ പാർട്ടിയെയും വേട്ടയാടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? വീണ തൈക്കിണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ പാർട്ടിയുടെ മെമ്പറാണോ? വീണ തൈക്കിണ്ട് എന്ന് പറയുന്ന ആള് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമാണ്. അത് ഇന്ത്യയിലെ പല നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ നിസ്സാരമായിട്ട് പ്രശ്നം തീരുന്നില്ല. അഖിലേഷ് യാദവ് പ്രതികരിച്ചു, സ്റ്റാലിൻ പ്രതികരിച്ചു. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് നമ്മുടെ കേജ്രിവാൾ വരെ ഇതിനെതിരെ പ്രതികരിച്ചു. ഇപ്പൊ അവരൊക്കെ എന്ത് പറയുന്നു? നിങ്ങൾ കബളിപ്പിക്കുകയല്ലായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തെ. അപ്പൊ അവിടെയാണ് പറയുന്നത്, ഇന്ന് AK ബാലൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ അവിടെ പ്രസക്തമാവുകയാണ്. അതായത് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ, വീണ വിജയൻ ഒരു വ്യക്തിയാണ്. ഈ ബോധം എന്തുകൊണ്ട് നേരത്തെ തെളിച്ചില്ല? 26 സഖാക്കളെ, പാവപ്പെട്ട സഖാക്കളെ ജയിലിലടച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? വീണ വിജയന് വേണ്ടിയിട്ടോ? വീണ വിജയൻ നിങ്ങളുടെ പാർട്ടിയായിട്ടാ ബന്ധമിരിക്കുന്നത്. അതിലൊക്കെ ഉപരിയായിട്ട് ഈ നിലവിളി നടത്തുകയും ആക്രമണം നടത്തുകയും ചീമുട്ട് എറിയുകയും പാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയും ചെയ്ത ഈ പറയുന്ന CPM സഖാക്കൾ വിളിപ്പരായി പോയില്ലേ? പിറ്റേ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ, പ്രതിപക്ഷ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേ? എന്നോടൊന്നും ചോദിക്കുന്നതായി കണ്ടില്ല, ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. വീണയോട് എന്തൊക്കെയോ ചോദിച്ചു, അവരുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇളിപ്പരായരാരാ? നിങ്ങളുടെ നേതാക്കന്മാർ കേരളത്തിൽ ഭീകരാന്തരം സൃഷ്ടിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിച്ചത് പിണറായി വിജയൻ പോലും മാറ്റി പറഞ്ഞിരിക്കുന്നു. സുഹൃത്തെ, നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത്? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ കോടതി വിധി പ്രകാരം വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിച്ച നോക്കുകൂലിയും ഈ പറയുന്ന മണി ലോണ്ടറിങ്ങിന്റെ പേരിൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം രാജ്യത്തിനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് സാമ്പത്തിക കുറ്റകൃത്യവും രാജ്യദ്രോഹമാണ്. അവരെ അറസ്റ്റ് ചെയ്യപ്പെടും. അവർ ആ അറസ്റ്റിന്റെ പേരിൽ ഇനി ഒരിക്കൽ പോലും അവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകത്തില്ല. കാരണം അത് തെറ്റ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ ആദ്യമായിട്ടൊന്നും മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയെ അവര് ഒരു സാമ്പത്തിക മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൈക്കൂലിയുടെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തു. അവരതിനകത്ത് മോചിതയായിട്ടില്ല. അവരിപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അതിലും എന്നാൽ അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ തെളിയിക്കേണ്ട ബാധ്യതയില്ല ഏജൻസിക്ക്. കാരണം ഇവർ മണി ലോണ്ടറിങ് നടത്തിയിരിക്കുന്നു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടത്തിയിരിക്കുന്നു. അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ അദ്ദേഹം തന്റെ മകളെ കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള സേവനം ചെയ്യാതെ കൊണ്ട് കൈക്കൂലി വാങ്ങിച്ചുവെങ്കിൽ അദ്ദേഹം ആൻസറബിളാണ്. കാരണം അധികാരത്തിന്റെ ഹുങ്കിന്റെ പേരിലാണ് ഈ നോക്കുകൂലി വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ ഹാഷ്യമലി ശ്രദ്ധിക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ വസ്തുതകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി വന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും അടിത്തറയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്ന് വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് തെറ്റാണെന്ന് അങ്ങേക്ക് പറയാൻ പറ്റൂ? വേണമെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതി ചോദ്യം ചെയ്യാം. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ അംഗീകരിച്ചിരിക്കുക എന്ന് ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതി. എന്നിട്ട് നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയെ എന്തിനാ കുറ്റപ്പെടുന്നത്? വീണ തൈക്കണ്ടി കുറ്റം ചെയ്തില്ല എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ വഞ്ചിച്ച് ചതിച്ച് കള്ളക്കഥകൾ പറഞ്ഞ് ഇപ്പോൾ 26 ജയിലിൽ അടക്കുന്നത്. ഇവരുടെ ഭാവി എന്താണെന്ന് നിങ്ങൾക്കറിയോ? കഴിഞ്ഞ ദിവസം കൊട്ടാര സദൃശമായ ഒരു വീട്ടിൽ താമസിക്കുന്ന വി ശിവൻകുട്ടി ഒരു തടവുകാരന്റെ വീട്ടിൽ പോയി സത്യം പറഞ്ഞ കണ്ണീരൊഴുക്കും. അത് കണ്ടു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതീതമായിരുന്ന ഊരാപ്പെര സങ്കടം തോന്നുന്ന ആ വീടിന് ഉൾപ്രശ്നം കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ശിവൻകുട്ടി കൊട്ടാര സദൃശമായ വീടാണെന്ന് പറയാൻ കാരണമുണ്ട്. വെള്ളായണിക്ക് കായൽ തീരത്തെ അദ്ദേഹം പണിതിരിക്കുന്ന കെട്ടിടം കണ്ടാൽ നിങ്ങൾ അന്തിച്ചു പോകും.
എന്നിട്ടാണ് ഈ സഖാക്കളെ പാവപ്പെട്ട സഖാക്കളെ കുടിലിൽ താമസിക്കുന്ന സഖാക്കളെ ജയിലിൽ അടച്ചത്. ഇനി അവരെന്ന് പുറത്തു വരും? എന്തിനു വേണ്ടി അവരായി നിങ്ങൾ കുരുതി കൊടുത്തു? നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിസ്സാരമല്ല ഈ കേസ്. നിങ്ങളുടെ നേതാക്കളിലേക്ക് പോലും അന്വേഷണം പോകും. കാരണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ രണ്ടാം പ്രാവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നത്. ആദ്യം 2.5 വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തേരോട്ടം നടക്കുമ്പോൾ അവരുടെ ഒരു ഗുണ്ടാ നേതാവ് ബലാത്സംഗ വീരനാണെന്നുള്ളത് അയാൾ ആക്രമിച്ച് അയാളിപ്പോ 2.5 വർഷമായിട്ട് ജയിലിൽ നടക്കുന്നത്. നിങ്ങൾ എന്തു സേവനമാണ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ സഹാക്കളോട് വഞ്ചിക്കുകയല്ലേ ചെയ്തേ ഈ പാവപ്പെട്ട സഹാക്കളെ? ഇത് മാത്രമാണ് എനിക്ക് ആദ്യം ഘട്ടം പറയാനുള്ളത്.